ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കരുണാവാരിധിയായ പടച്ചതമ്പുരാന്റെ കരുണാകടാക്ഷം നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാലത്തിൻ്റെ ചക്രം അതിവേഗം കറങ്ങുന്ന ഒരു ലോകത്താണ് നാം ഉള്ളത്. ഇന്നലകളുടെ ലോകമൊക്കെയും നമുക്ക് ഓർമ്മകളുടെ മ്യൂസിയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാളവണ്ടികളുടെ വഴികളിൽ നിന്ന് നിർമ്മിത ബുദ്ധിയുടെ വഴികളിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പണ്ടുണ്ടായിരുന്ന കയ്യിലെ കത്തുകൾ മൊബൈൽ സന്ദേശങ്ങളായി മാറിയ ലോകത്ത് ലോകം മുഴുവൻ വിരൽത്തുമ്പിലെത്തി എന്ന് നാം വിചാരിക്കുമ്പോഴും ഈ പുതിയ ലോകത്തിൻ്റെ പ്രകാശങ്ങൾക്കിടയിലും മനുഷ്യ ഹൃദയത്തിൻ്റെ ചില ഇരുണ്ട കോണുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലെ ഏറ്റവും മാരകമായ ഒരു ഹൃദയ രോഗമാണ് അസൂയ എന്നത്. അസൂയ ഒരു ശബ്ദമില്ലാത്ത കൊടുങ്കാറ്റാണ്. അത് പുറത്ത് കാണുകയില്ല, എന്നാൽ ഉള്ളിൽ വലിയ നാശം വിതക്കുന്ന ഒന്നാണത്. വേറൊരാളുടെ പൂന്തോട്ടത്തിലെ പൂക്കൾ കാണുമ്പോൾ സ്വന്തം മുറ്റത്ത് പൂക്കൾ വിരിയിക്കുന്നതിന് പകരം ആ പൂക്കൾ കൊഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സിനെയാണ് നാം അസൂയ എന്ന് പറയുന്നത്. അന്യൻ്റെ വിളക്കണക്കാൻ നോക്കുന്നവൻ സ്വന്തം കയ്യിലെ തിരിയും കെടുത്തുന്നു എന്ന് ഒരു കവി പറഞ്ഞിട്ടുണ്ട്. അയൽവാസിയുടെ സമ്പത്തായിരുന്നു അസൂയയുടെ കാരണമായിരുന്നത് ഒരു കാലത്ത്. ഇന്നത് സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങളാണ്. മറ്റൊരാളുടെ യാത്രകൾ, അവരുടെ വിജയങ്ങൾ, പ്രശസ്തി, ജീവിതത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങൾ എല്ലാം കാണുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ചോദ്യം ഉയരുകയാണ്: എനിക്കെന്തുകൊണ്ടില്ല? ആ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടുന്ന പ്രചോദനമാവുകയാണെങ്കിൽ അതേറ്റവും നല്ല ഒരു കാര്യമാണ്. എന്നാൽ മറ്റൊരാളുടെ സന്തോഷം സഹിക്കാൻ കഴിയാത്ത വിഷമമായി മാറുമ്പോൾ അതാണ് അസൂയയായി പരിണമിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അസൂയ മറ്റൊരാളുടെ നന്മയെ ദുഃഖമായി കാണുന്ന മനസ്സിൻ്റെ ഒരവസ്ഥയാണ് എന്ന് നാം മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ഉയർച്ചയെ കണ്ട് വേദനിക്കുന്ന ഹൃദയം യഥാർത്ഥത്തിൽ സ്വന്തം സമാധാനത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വന്നുകൊണ്ട് എനിക്ക് ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചെറിയ അസഹ്യതയുണ്ടല്ലോ, ഒരു അസ്ക്യതയുണ്ടല്ലോ, ഒരു വിഷമമുണ്ടല്ലോ, അതാണ് അസൂയ. അല്ലെങ്കിൽ അറിയാതെ വേറൊരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെക്കുറിച്ച് അവന് ജോലിയിൽ ഒരു സ്ഥാനം കയറ്റം കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മേലുദ്യോഗസ്ഥരെ പ്രസാദിപ്പിച്ചത് കൊണ്ട് കിട്ടിയതാണ് എന്ന് നമ്മുടെ നാക്കിൽ നിന്ന് വന്നു പോകുന്നുവെങ്കിൽ അത് അസൂയയുടെ ബഹിസ്ഫുരണമാണ് എന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഒരു പൂവ് വിരിയുമ്പോൾ മറ്റൊരു പൂവും അസൂയപ്പെടുന്നത് നാം കാണാറില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ തൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാറില്ല. ഒരു അരുവി ഒഴുകുമ്പോൾ മറ്റൊരു നദിയോട് മത്സരിക്കാറില്ല. പ്രകൃതിയുടെ താളം എന്ന് പറയുന്നത് മത്സരത്തിൻ്റെ താളമല്ല, നന്മയിലേക്കുള്ള മത്സരത്തിൻ്റെ താളമാണ് താനും. ഓരോരുത്തർക്കും അവരവരുടേതായ സമയവും സൗന്ദര്യവും വഴിയുമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പക്ഷെ മനുഷ്യൻ മാത്രമാണ് മറ്റൊരാളുടെ വഴിയിലേക്ക് നോക്കി സ്വന്തം യാത്ര മറന്നുപോകുന്ന ആളുകൾ. അസൂയയുടെ വേരുകൾ പലപ്പോഴും താരതമ്യത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഇടപാടുകളെ, നമ്മുടെ കാര്യങ്ങളെ മറ്റൊരാളുടെ ജീവിതവുമായി അളന്നു നോക്കുകയാണ്. അങ്ങനെയാണ് മനസ്സുകളിൽ കുറവുകളുടെ പട്ടിക ആരംഭിക്കുന്നത്. ഓരോ മനുഷ്യനും ഒരു പ്രത്യേകതരം ജീവിതമാണ് എന്നും ഒരു കവിതയാണ് എന്നും ഒരാളുടെ വരികൾ മറ്റൊരാളുടെ വരികളുമായി താരതമ്യം ചെയ്യാൻ കഴിയുകയില്ല എന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയുമെങ്കിൽ മറ്റൊരാളുടെ അധ്യായം വായിച്ച് സ്വന്തം പുസ്തകത്തെ വിലയിരുത്തരുത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഓരോ ജീവിതത്തിലും പടച്ചതമ്പുരാൻ നൽകിയ വ്യത്യസ്തമായ കഥയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് അസൂയയില്ലാത്ത ഒരു ജീവിതത്തിനെക്കുറിച്ച് ആലോചിക്കുക. ഇന്ന് കൂടുതൽ ആവശ്യമുള്ളത് മത്സരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സഹകരണമാണ് നമുക്ക് വേണ്ടത്. മറ്റൊരാളുടെ വിജയത്തിൽ കൈയടിക്കാൻ കഴിയുന്ന ഹൃദയമാണ് വേണ്ടത്. കേവലം കാണാൻ വേണ്ടിയുള്ള കയ്യടിയല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, ആൾക്കൂട്ടത്തിലുള്ള കയ്യടിയുമല്ല.
മറ്റൊരാളുടെ വിജയത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നതിലൂടെ നമ്മുടെ മഹത്വം കുറയുന്നില്ല എന്ന് മനസ്സിലാക്കുവാനും നമ്മുടെ മനസ്സിന്റെ ശറഹ സ്വദ്രഹു എന്ന് പറഞ്ഞ മനസ്സിന്റെ ഹൃദയത്തിന്റെ വിശാലത തുറന്നു കാണിക്കാനും കഴിയും. ഒരു ചെറിയ വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അത് ഇരുട്ടിനൊരിക്കലും കുറ്റപ്പെടുത്താറില്ലല്ലോ. അത് തൻ്റെ ഉള്ളിലെ ശക്തിയിൽ വിശ്വസിച്ച് മുളപൊട്ടുകയാണ്. അതുപോലെ മനുഷ്യനും മറ്റുള്ളവരുടെ പ്രകാശത്തെ നോക്കി വിഷമിക്കാതെ സ്വന്തം ഉള്ളിലെ കഴിവുകൾ കണ്ടെത്താൻ കഴിയണം. അപ്പോൾ അസൂയയെ മാറ്റി നമുക്ക് പ്രചോദനത്തെ വളർത്താൻ എങ്ങനെ കഴിയും എന്ന ആലോചനയാണ് ഗൗരവപ്പെട്ട് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. മറ്റൊരാൾ മുന്നിലെത്തുമ്പോൾ എന്തുകൊണ്ട് അവൻ എന്നതിന് പകരം അവനിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കാം എന്ന് ചോദിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. മറ്റൊരാളുടെ നേട്ടം കാണുമ്പോൾ അതെനിക്കില്ല എന്ന് പറയുന്നതിന് പകരം എനിക്കും ഒരു സമയമുണ്ട് ഇൻഷാ അല്ലാ എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരുടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണിയിട്ട് സമയം കളയുന്നവർക്ക് സ്വന്തം ആകാശത്തിൽ ഉദിക്കുന്ന സൂര്യനെ ഒരിക്കലും കാണാൻ കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നേരത്തെ ഞാൻ പറഞ്ഞു, കെട്ടിടങ്ങൾ ഉയരുന്ന കാലമാണ്, അറിവിന്റെ അതിരുകൾ വികസിക്കുന്ന കാലമാണ്. എന്നാൽ അതിനൊപ്പം മനുഷ്യന്റെ ഹൃദയവും വളരേണ്ടതുണ്ട്. സ്നേഹമില്ലാത്ത പുരോഗതി ശൂന്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ, കരുണയില്ലാത്ത വിജയം അപൂർണമാണ് എന്ന് മനസ്സിലാക്കുവാൻ, അസൂയയുടെ മതിലുകൾ തകർത്തുകൊണ്ട് സ്നേഹത്തിന്റെ പാലം പണിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പ്രവാചകൻ വളരെ ശക്തമായിട്ടാണ് അസൂയയെക്കുറിച്ച് പറഞ്ഞത്. എങ്ങനെയാണ് അസൂയ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന രോഗമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ അസൂയയാകുന്ന ഒരൊറ്റ രോഗത്തിൽ നിന്ന് തന്നെ അഹങ്കാരമുണ്ടാകുന്നു, വിദ്വേഷമുണ്ടാകുന്നു, അപവാദമുണ്ടാകുന്നു, അനീതിയുണ്ടാകുന്നു, ബന്ധവിച്ഛേദനമുണ്ടാകുന്നു. അങ്ങനെ നിരവധി പാപങ്ങൾക്ക് ജന്മം നൽകുന്ന ഒരു വലിയ രോഗമാണ് അസൂയ എന്ന് നാം മനസ്സിലാക്കണം. മറ്റൊരാൾക്ക് നൽകിയ അനുഗ്രഹം ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന മനോഭാവത്തെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അറബി ഭാഷയിൽ ഹസദ് എന്ന് പറയുന്ന അസൂയ എന്നത്. ഒരാൾക്ക് അറിവുണ്ട്, നമുക്കും അതുപോലെ അറിവ് ലഭിക്കണം. ആ അറിവ് മറ്റുള്ളവർക്ക് അയാൾ പകർന്നു നൽകുന്നുണ്ട്, അതുപോലെ എനിക്കും പകർന്നു നൽകാൻ കഴിയണം. ഈ ആഗ്രഹം അസൂയയല്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. ഒരാൾക്ക് സമ്പത്തുണ്ട്, ആ സമ്പത്ത് അയാൾ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് മനുഷ്യരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ആ സഹായിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെയും അതുപോലെ എനിക്കും സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നത് ഒരിക്കലും അസൂയയല്ല, അത് മുന്നേറ്റത്തിനുള്ള ആഗ്രഹമാണ്. അതേസമയം അതവന് ലഭിക്കരുത്, അവന്റെ സ്ഥാനം നഷ്ടപ്പെടട്ടെ, അവന്റെ സന്തോഷം അവസാനിക്കട്ടെ എന്ന് കരുതുന്നതിൽ വളരെ പ്രയാസമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ അസൂയപ്പെടുന്നവൻ അസൂയപ്പെടുമ്പോൾ അവന്റെ ദോഷത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. അസൂയ ഒരു സാധാരണ വികാരം മാത്രമല്ല, അത് സമൂഹത്തിനും വ്യക്തിക്കും യഥാർത്ഥത്തിൽ ദോഷം വരുത്തുന്ന ഒന്നാണ് എന്നതുകൊണ്ട് അസൂയാലുവിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അസൂയാലുവിന്റെ അസൂയയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ പ്രവാചകൻ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോ ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ഇബിലീസിനോട് പറയുമ്പോൾ ഇബിലീസിന്റെ അഹങ്കാര ബോധം, അതോടൊപ്പം തന്നെ മനുഷ്യന് നൽകിയിരിക്കുന്ന സവിശേഷമായ പദവിയും ആ അസൂയയാണ് യഥാർത്ഥത്തിൽ വലിയ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഇബിലീസ് ദൈവശത്രുവായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദമിനെ അള്ളാഹു സൃഷ്ടിക്കുകയും മലക്കുകളോട് അദ്ദേഹത്തിന് ആദരസൂചകമായി സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ എല്ലാവരും അതനുസരിക്കുമ്പോൾ ഇബ്ലീസ് അഹങ്കാരത്തോടുകൂടി അസൂയയോടും കൂടി അതിനെ നിരസിക്കുകയാണ്. ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന ധാരണയാണ് അവനെ വഴിതെറ്റിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അഹങ്കാരവും അസൂയയും ഒരാളിൽ ഒരുമിച്ച് കൂടുമ്പോൾ മനുഷ്യന് സത്യത്തെ അംഗീകരിക്കാൻ പോലും വിസമ്മതിക്കുമെന്നതാണ് ഇതിന്റെ ചരിത്രം. ഒന്നാമത്തെ മനുഷ്യന്റെ പുത്രന്മാരിൽ കാബീലിന്റെയും ഹാബീലിന്റെയും കഥയും ഇത് തന്നെയാണ്. അള്ളാഹു ഹാബീലിന്റെ ബലി സ്വീകരിച്ചപ്പോൾ കാബീലിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. തന്റെ സഹോദരന്റെ അനുഗ്രഹം ഇല്ലാതാകണമെന്ന ആഗ്രഹം ഒടുവിൽ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ഒരു വലിയ പാഠമുണ്ട്. അസൂയ ഒരിക്കലും അതിന്റെ ആദ്യ രൂപത്തിൽ നിൽക്കുകയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ
അതുപോലെ അത് വളരും. നിയന്ത്രിക്കപ്പെടാതെ പോയാൽ അത് വാക്കുകളായും പ്രവൃത്തികളായും അനീതിയായും പൊട്ടിപ്പുറപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നമ്മുടെ വീടുകളിലും ജോലി സ്ഥലങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും ഇതിൻ്റെ ചെറിയ രൂപങ്ങൾ കാണാൻ കഴിയും. ഒരു വിദ്യാർത്ഥി മികച്ച വിജയം നേടുമ്പോൾ അവനെ അഭിനന്ദിക്കാൻ കഴിയാത്ത മനസ്സ്, ഒരു സഹപ്രവർത്തകന് സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ, അയൽവാസി ഒരു പുതിയ വീട് പണിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥത, മറ്റൊരാളുടെ കുട്ടി നേട്ടമുണ്ടാക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത മനോഭാവം, ഇവയെല്ലാം നാം പരിശോധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ അസൂയപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് കേടുവരുന്നത്. മനസ്സിലെ സമാധാനം കുറഞ്ഞു പോകുന്നു. മറ്റൊരാൾ സന്തോഷിക്കുമ്പോൾ നമുക്ക് വേദനയുണ്ടാകുന്ന അവസ്ഥ, ഏറ്റവും വലിയ നഷ്ടം നമുക്ക് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അസൂയപ്പെടുമ്പോൾ അവന്റെ ദോഷത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണേ എന്ന് വിശദീകരിക്കുന്നത് അതുകൊണ്ടാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അസൂയയെ നിങ്ങൾ സൂക്ഷിക്കുവീൻ, തീ വിറക് തിന്നുകളയുന്നത് പോലെ അസൂയ സത്യകർമ്മങ്ങളെ നശിപ്പിക്കുമെന്ന്. വളരെ ഗൗരവത്തോടുകൂടി ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അസൂയ ഒറ്റപ്പെട്ട ഒരു രോഗമല്ല, ഒരുപാട് രോഗങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞല്ലോ. ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും അഹങ്കാരത്തെ നിർമ്മിച്ചെടുക്കും. ലോകമോഹവും സ്ഥാനമോഹവും അത് നൽകും. അങ്ങനെ മറ്റൊരാൾ മുന്നിലെത്തരുത് എന്ന മനോഭാവം ഉണ്ടാക്കും. ഒരുപാട് തകരാറുകൾ ഉണ്ടാക്കുന്ന, ഒരുപാട് വിഷമങ്ങളെ ഒരുപാട് തരത്തിൽ നമ്മെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരീരരോഗത്തിനും മരുന്ന് ആവശ്യമായതുപോലെ തന്നെ ഹൃദയരോഗത്തിനും ചികിത്സ ആവശ്യമാണ് എന്ന് ഇമാം ഗസാലി ഇത് സംബന്ധമായി വിശദീകരിക്കുന്നുണ്ട്. ചികിത്സിക്കപ്പെടാത്ത അസൂയ മനുഷ്യന്റെ ഇബാദത്തിനും സ്വഭാവത്തിനും സമൂഹത്തിനും ദോഷം ചെയ്യും എന്ന് പറയുന്നു. ഒന്നാമതായി ഉള്ള ചികിത്സ ഇമാം ഗസാലി നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക എന്നതാണ്. എനിക്കെന്താണോ ലഭ്യമായത് അതിൽ ഞാൻ തൃപ്തിപ്പെടാൻ കഴിയുക. ഏറ്റവും റിള എന്ന് പറയുന്ന സംതൃപ്തിയുടെ ഒരു മനസ്സ് നമുക്കുണ്ടാവുക. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ നൽകിയ മേന്മ നിങ്ങൾ മോഹിക്കരുത്. പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതിന്റെ വിഹിതമുണ്ട്, സ്ത്രീകൾക്കും അവർ സമ്പാദിച്ചതിന്റെ വിഹിതമുണ്ട്. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ചോദിച്ചു കൊള്ളുക എന്ന് സൂറത്തുൻ നിസായിലൂടെ വിശുദ്ധ ഖുർആൻ ബോധിപ്പിക്കുന്നുണ്ട്. ഇത് വിശദീകരിക്കുമ്പോൾ ഇമാം ഗസാലി പറയുന്നുണ്ട്, ഒരു വിശ്വാസി മറ്റൊരാളുടെ അനുഗ്രഹം ഇല്ലാതാകാൻ ആഗ്രഹിക്കുകയില്ല. രണ്ടാമത്തെ ചികിത്സ എന്ന് പറയുന്നത് അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കുക എന്നതാണ്. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് എനിക്ക് എൻ്റെ തമ്പുരാൻ നൽകിയിരിക്കുന്നത്. എന്നെ പടച്ച തമ്പുരാൻ എനിക്ക് നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത നന്മകളെക്കുറിച്ച്, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല? മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിൽ മാത്രം കാണുകയും സ്വന്തം അനുഗ്രഹങ്ങൾ മറക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. വൈൻ തഅ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാലും അവയെ നിങ്ങൾക്ക് എണ്ണിത്തീർക്കാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തേത്, എനിക്കാരോടാണോ അസൂയ തോന്നുന്നത് ആ അസൂയ തോന്നുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുക എന്നതാണ്. ഏറ്റവും ആഴമുള്ള ഒരു കാര്യമായി നമ്മളിത് മനസ്സിലാക്കണം. നമുക്കാരോടെങ്കിലും അസൂയ തോന്നുന്നുവെങ്കിൽ അവരോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇത് വളരെ പ്രയാസമുള്ളതാണ്. അങ്ങനെയാണ് ഹൃദയത്തിന്റെ രോഗങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല രൂപത്തിൽ മരണത്തെ ഓർക്കുവാനും നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും ഹൃദയ ശുദ്ധിയോടെ മാർഗമായി മരണസ്മരണയും യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് ഇമാം ഗസാലി സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് വേണം നാം നമ്മുടെ ജീവിതത്തെ ഏറ്റവും പ്രധാനമായ രീതിയിൽ ഈ ഹസദിൽ നിന്ന്, അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന മറ്റൊരാൾക്ക് ലഭിച്ച അനുഗ്രഹം ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന അസൂയയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നാം ശ്രമിക്കേണ്ടത്. അള്ളാഹു ഒരാൾക്ക് നൽകിയ അനുഗ്രഹം അയാളിൽ നിലനിൽക്കുന്നത് വെറുക്കുകയും അത് ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ മഹാപാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിരന്തരമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിന്റെ വിഭജനത്തെക്കുറിച്ചുള്ള അസംതൃപ്തിയുടെ പ്രകടനമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുകയും അസൂയപ്പെടാതിരിക്കുകയും ഉള്ളതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.